ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അതുപോലെ ഒരു നമസ്കാരം. കഴിഞ്ഞ ദിവസം എനിക്ക് കട്ടപ്പനയിലേക്കൊരു യാത്ര പോകേണ്ടി വന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. ഒരുപാട് നാളായി കട്ടപ്പന ഇടുക്കിയൊക്കെ കാണണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അവൾ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എന്നെ കാണണമെന്ന് വലിയൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്കും അതുപോലെ തന്നെ അവളുടെ വീടും പരിസരവും കാണണമെന്ന് വലിയ മോഹമായിരുന്നു. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് കട്ടപ്പനയിലെ ഏലവും തേയിലയും തോട്ടവും ഒക്കെ കാണണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹമായിട്ട് ഞങ്ങൾ കട്ടപ്പനയ്ക്ക് പോയ ഒരു കാഴ്ചയാണിത്. സൈഡ് സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ നല്ല മനോഹരമായതാണ്. നല്ല മഞ്ഞാണ് അവിടെ. ഭയങ്കരമായ തണുപ്പുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ കമ്പിളിയൊക്കെ പുറച്ചാണ് പോയത്. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ആയിരുന്നു. പക്ഷെ കുറേ അങ്ങോട്ട് മുണ്ടക്കായ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഹായ് പറഞ്ഞു ചേച്ചി. ഹായ് നോക്കേ, ഹായ്. ആ, നിങ്ങളുടെ എല്ലാം ഉണ്ട് കേട്ടോ. അയച്ചുതരും അയച്ചുതരും, തീർച്ചയായിട്ടും. ഞങ്ങൾ പത്തനംതിട്ട. ആ, ഞങ്ങൾ ഇവിടെ വന്നതാ. ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട് ഉണ്ട്. അപ്പോൾ തേയിലയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത് ബന്ധുവോ. യാത്രക്കിടയിൽ തേയില നുള്ളുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. അവിടെ ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങളവരെ ഇറങ്ങി പരിചയപ്പെട്ടു. നല്ല എന്താ പറയുക, നല്ല ഇടപെടലുകളായിരുന്നു അവരുടെ. അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, തേയിലയെ പറ്റിയും കാണാൻ പറ്റി. അതുകൊണ്ട് തേയില നുള്ളുന്നതും കൊളുന്തും നുള്ളുന്നതും തേയിലയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നു. അവർക്ക് നല്ലൊരു സന്തോഷമായിരുന്നു. അവരുടെ വീഡിയോ ഒക്കെ എടുക്കാൻ സമ്മതിച്ചു. എന്താ പറയുക, നല്ലൊരു അനുഭവമായിരുന്നു. കാഴ്ചകൾ മനോഹരമാണെങ്കിലും വളവും തിരിവും ഒക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് വളവും തിരിവും ഉള്ളതിനാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമായിരുന്നു. ഇതാണ് തേയിലയുടെ കൊളുന്ത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ തേയില പൊടി പാക്കറ്റിൽ വരുന്നു, ചായ ഇട്ട് കുടിക്കുന്നു. ദൈവം സഹായിച്ച് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയും. കണ്ടോ ഫ്രണ്ട്സ്, അവർ തേയിലയുടെ കൊളുന്ത് നുള്ളി വെച്ചിരിക്കുകയാണ്. ചാക്കിനകത്താക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാനത് ഒരെണ്ണം എടുത്ത് കൈകൊണ്ട് എടുത്ത് നോക്കി. എനിക്ക് അത്ഭുതം വന്നു. ഇതാണോ നമ്മൾ ചായയാക്കി കുടിക്കുന്നത് എന്ന് നമുക്ക് അതിശയം വന്നു പോകും കേട്ടോ സത്യത്തിൽ. കണ്ടോ ഫ്രണ്ട്സ്, ഈ കാണുന്നതൊക്കെയും തേയിലയാണ്. തേയിലത്തോട്ടം ഇങ്ങനെ കാണുന്നത് തന്നെ മനോഹരമാണ്. അവരുടെ തൊഴിലാളികളൊക്കെയാണ് ഈ നിൽക്കുന്നത്. അവർ ജോലി ചെയ്യുന്ന ഇടയിലാണ് ഞാൻ അവരെ പോയി പരിചയപ്പെട്ടു. അവരെന്നോട് പറഞ്ഞു, എനിക്ക് അനുവാദം തന്നു കേട്ടോ. അതിൻ്റെ ഒരു ഇലയെടുത്ത് നുള്ളി നോക്കിക്കോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനത് തൊട്ടത്തെ ഭയമുണ്ടായിരുന്നു. ഈ കാണുന്ന മുഴുവൻ തേയിലത്തോട്ടം ഭയങ്കര തണുപ്പാണ്. തണുപ്പുള്ള ഭൂപ്രദേശമാണത്. അതിനാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല ആ തണുപ്പൊക്കെ. നല്ല തണുപ്പാണ്. തൊഴിലാളികളൊക്കെ അവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഞങ്ങളോട് സംസാരിച്ചു. അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് കഥ പറഞ്ഞ് നമ്മളുടെ വീട്ടിലേക്ക് എത്താറുള്ള വഴിയായി നാട്ടുവഴി, ആ ഇടവഴി കൂടെയൊക്കെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അവിടെയും നല്ല പച്ചപ്പിൻ്റെ അവസ്ഥയാണ്, തണുപ്പുണ്ട്, നല്ല വഴിത്താര. വീട്ടിലേക്കുള്ള വഴിയാണ്. ഞങ്ങൾ വീടെത്താറായി. കണ്ടില്ലേ, അവിടെയും ചക്കയുണ്ട്, മാങ്ങയുണ്ട്, ഏലമുണ്ട്. ഇനി ഏലം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ കാണുന്ന ഏലമാണ്. ഇതെൻ്റെ തൊട്ടുകട കാണുന്ന ഏലമാണ്. ഏലത്തെ കൂടെ പരിചയപ്പെടണമെന്നുണ്ട്. ഏലം കാണണം, ഏലക്ക കാണണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഏലം കാണാം. ഫ്രണ്ട്സ്, ഇതാണ് ഏലം. ഞാൻ ഏലത്തോട്ടത്തിലേക്ക് കയറുകയാണ്. ഞാൻ പോയ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഏലകൃഷിയുള്ളതാണ്. അവരുടെ ഏലത്തിൻ്റെ തോട്ടമാണത്. ഏലത്തിൻ്റെ ഇടയിലേക്ക് ഞാൻ പോവുകയാണ്. നമുക്ക് ഏലം എങ്ങനെയാണെന്ന് വലുതാണ്ട് ആ ഇല കാണുന്നുണ്ടല്ലോ. അതിൻ്റെ വലിയ കാടാണ്. വലിയൊരു ചെടി പോലെയാണ് അത് നിൽക്കുന്നത്. രണ്ട് സൈഡിലും കണ്ടോ, താഴെ ഏലക്കയാണ് കിടക്കുന്നത്. അതിൻ്റെ പൂവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ കായുണ്ട്. എന്താ പറയുക, അതിനിടയിൽ കൂടി ഇങ്ങനെ വഴിത്താരയുണ്ട്. ഈ വഴിത്താരയിൽ കൂടി നടന്നാണ് ഇതിന് വളങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൂക്കൾ കണ്ടോ, പൂവുണ്ട്. അതിൻ്റെ കായുമായിട്ടാണ് കിടക്കുന്നത്. വീഡിയോ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നല്ല രീതിയിലാണ് ആദ്യം എടുത്തത്. പക്ഷേ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഇങ്ങനെയായിപ്പോൾ. എന്താ കാര്യമൊന്നും എനിക്കറിയില്ല. എന്നാലും എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, ഇതാണ് ഏലം. ഏലത്തിനിടയിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ, അതിൻ്റെ ഇലകൾ ഇങ്ങനെ നീളത്തിലാണ്, പൂവ പോലൊക്കെ ഇരിക്കും. ഏലം കണ്ടിട്ടുള്ളവർക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എങ്കിലും കാണാത്തവർക്ക് വേണ്ടിയാണ്. അതിൻ്റെ നടുക്കുള്ള വഴിത്താരയിൽ കൂടെ ഇങ്ങനെ നടന്ന് നീക്കുമ്പോൾ താഴെ കണ്ടില്ലേ, നല്ല പൂക്കളോടുകൂടെ വയലറ്റ് കളറിലൊരു പൂക്കളോട്. അതിൽ ഏലക്കയുണ്ടോ, കണ്ടോ. ഇതാണ് ഏലക്ക. പച്ചയാണ്. അത് നല്ല 2 മാസം കൂടെ എടുക്കുമെന്നാണ് പറയുന്നത് വിളവെടുക്കാനായിട്ട്. ഇതാണ് ഏലം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത്. ഇനി ചത്താലും കുഴപ്പമില്ല. ഞാനത് പിടിക്കുന്നുണ്ട്. ഏലം പൂക്കും കാലം വന്നേ, ഏലേലം പാടി, കാറ്റും കുളിരും കൂടെ നടക്കും പൂക്കാലം വന്നേ. അങ്ങനൊരു പാട്ടൊക്കെ ഇല്ലേ ഏലത്തിനെ പറ്റി. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. കണ്ടോ, നല്ല മനോഹരമായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കാഴ്ചകളൊക്കെ. കാരണം ഭൂമിയിൽ സ്വർഗ്ഗം ഇറങ്ങി വരിക എന്ന് പറയുന്ന പോലെ ഇത്രയും സുഗന്ധദ്രവ്യങ്ങൾ
മനോഹരമായത് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റുക, ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമുള്ള കാര്യം. ഏലക്കായെ പറ്റി അങ്ങനെയൊക്കെ ഒരു പാട്ടില്ലേ, ഏലേലം താഴ്വരയിലമ്പിളിയോഞ്ചോല കന്നിപ്പെണ്ണിൻ്റെ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ കവി ഉദ്ദേശിച്ചല്ലേ, ഈ സുഗന്ധ വസ്തുക്കളെക്കുറിച്ചൊക്കെ ആയിരിക്കാം. അങ്ങനെ ഞങ്ങൾ കട്ടപ്പനയിലെ വീട്ടിലെത്തി. ഇതാണ് കട്ടപ്പനയിലെ വീട്. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ചെടികളൊക്കെ കണ്ടു, പഴയ കാലത്തെ ബോൾസൺ ചെടികളെ. പിന്നെ എനിക്ക് പേരൊന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാത്തിലും ഒക്കെ ഒന്ന് തലോടി നോക്കി. ഈ ചെടിയൊക്കെ കണ്ട് ഞാൻ ആദ്യമായിട്ട് കാണും. ഇത് പ്ലാസ്റ്റിക് ആണെന്ന് ഞാൻ ആദ്യം ഓർത്തത്. പ്ലാസ്റ്റിക് പോലെ റബ്ബർ പോലെയൊക്കെ തൂങ്ങി കിടക്കുന്നു. പിടിച്ചു നോക്കിയപ്പോഴാണ് അറിയുന്നത് അത് സാധാരണ ഒരു ചെടിയാണ്. അതിനകത്ത് വെള്ളം ഏതെന്താ കള്ളിമുൾച്ചെടിയുടെ ഇല പോലൊക്കെ അതിനകത്ത് വെള്ളമുള്ളു, അതായത് ജലാംശം കൂടുതലുണ്ട്. നമ്മൾ ഞെക്കി പൊട്ടിക്കും അതിനകത്തും വെള്ളം വരുന്നൊരു ചെടി തന്നെയാണ്, പ്ലാസ്റ്റിക് ഒന്നുമല്ല കേട്ടോ. മനോഹരമാണ്. വീണ്ടും അവിടെ ഏലമുണ്ട്. എല്ലാ വീട്ടിലും ഏലം മസ്റ്റാണ് ഉണ്ടല്ലോ. ചക്കയുണ്ട്, മാങ്ങയുണ്ട്, കാപ്പിക്കുരു. അത് കാപ്പിയാണ് കേട്ടോ. വെള്ളപ്പൂക്കളുമായിട്ട് നിൽക്കുന്നത് കാപ്പിയാണ്, കാപ്പിക്കുരു. ഇപ്പോൾ കാപ്പിക്കുരുവൊക്കെ എവിടെ ഇരിക്കുന്നില്ലേ, അമ്മക്കാർക്ക് നേരമില്ല, ഞാൻ ഉൾപ്പെടെ. വീഡിയോ എടുത്ത് ഞാൻ ആ വീടിൻ്റെ പരിസരം മൊത്തം കറങ്ങി ചെന്നപ്പോഴത്തേക്കിനുണ്ട് ആ വീടിൻ്റെ പിന്നാമ്പുറത്ത് ഒരു പട്ടിക്കൂടുണ്ട്. അത് ഞാൻ കണ്ടില്ല. വീഡിയോ എടുത്തിട്ട് ചെന്നപ്പോഴാണ് രണ്ട് വീരന്മാർ എന്നെ നോക്കി നിൽക്കുന്നത്. പേടിയായിപ്പോയി. കാരണം പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് ചാടി വരുമെന്ന് പേടിച്ച് ഞാൻ ഇച്ചിരി ഭയന്ന് മാറിയിരുന്നു. അതിൻ്റെ പുറകിലോട്ട് കാണുന്ന ആ പച്ചപ്പ് കണ്ടോ, ആ തോട്ടത്തിനിടയിൽ കാണുന്നത് പൊക്കത്തിൽ നിൽക്കുന്ന ചെടികളെല്ലാം ഏലമാണ്. ആ ഏലം ഒരുപാട് അങ്ങനെ നിൽക്കുകയാണ്. എല്ലാം കായ്ച്ച് നിൽക്കുന്നതാണ്. പൂക്കളുണ്ട്, എല്ലാം കായ്ച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. മനോഹരമായിട്ട് കാണാവുന്ന ചെമ്പരത്തിപ്പൂവുണ്ട്, മലകളുണ്ട്, എന്താ പറയുക, തേക്ക് ഈട്ടി എല്ലാം ഉണ്ട്. അങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്ന വഴിക്കാണ് ഒരു പൂച്ചക്കുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ അവളെ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് അവൾ ഒരൊറ്റ ഓട്ടമായിരുന്നു. പിന്നെ എനിക്കറിയാം. അതിനുശേഷം ഞങ്ങൾ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം കണ്ടു. വെള്ളച്ചാട്ടത്തിനടുത്താണ് ഞങ്ങളിപ്പോൾ നിന്നത്. അവിടെ നിന്നുകൊണ്ട് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. അവിടെയും നല്ല കാഴ്ചകൾ, ടൂറിസം പോലെ തന്നെ ആൾക്കാർ വന്ന് നിന്ന് വണ്ടിയിലും കാറിലും ഒക്കെ ഒരുപാട് ആൾക്കാർ വന്ന് അവിടെ നിന്നുകൊണ്ട് ആ വെള്ളച്ചാട്ടത്തിന് ഷൂട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. വീണ്ടും നല്ല കാഴ്ചകളും ഭൂപ്രദേശങ്ങളും നല്ല അനുഭവങ്ങളും കണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയതിന് ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. അതെല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ വ്യൂവേഴ്സ് കൂടി തരുന്ന, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന എൻ്റെ പ്രിയ സൗഹൃദങ്ങളെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.